ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഇന്ന് പുതിയൊരു ന്യൂസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. KSEBയുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ അഡ്വൈസുകൾ ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു തുടങ്ങി. നേരത്തെ 208 ജൂനിയർ അസിസ്റ്റൻ്റ് കാഷ്യർ, അതേപോലെ 217 സബ് എഞ്ചിനീയർ തുടങ്ങിയ അഡ്വൈസുകൾ ഓൾറെഡി അയച്ചിട്ടുണ്ട്. ദെൻ ഇപ്പോൾ 227 അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള അഡ്വൈസ് മെമ്മോകളാണ് അയച്ചു തുടങ്ങിയിട്ടുള്ളത്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വൈസ് ടുഡേ ലേറ്റസ്റ്റ് എന്നുള്ള ആ ഒരു ഭാഗത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KSEB എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് KSEB അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ലിസ്റ്റ് നിലവിൽ വന്നത് 12/12/2024 ടോട്ടൽ എത്ര അഡ്വൈസുകളാണ് ഇത്തവണ പോയിട്ടുള്ളത്? ഈ ഒരു പ്രാവശ്യം പോകുന്നത് 227. ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 29/1/2025 കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്പൺ കാറ്റഗറിയിൽ 168 വരെയുള്ള റാങ്കുകാർക്ക് പോയിട്ടുണ്ട്. ഇഴവ കാറ്റഗറിയിൽ 166, SC 303, ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 17 തുടങ്ങി. ഇതാണ് അതിൻ്റെ റാങ്ക്. എത്ര റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ദെൻ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഫ്രഷ് വേക്കൻസികൾ 214 ആയിരുന്നു. 6 NJDകൾ ഉണ്ടായിരുന്നു. ദെൻ അൺഫിൽഡ് DA 7 ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 227 അഡ്വൈസുകളാണ് പോകുന്നത് കേട്ടോ. ഇതൊരു ബാക്ക് ഡേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു നിലവിൽ ഈ പറയുന്ന അഡ്വൈസുകൾ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ നമുക്ക് ഓരോ പരീക്ഷ കഴിഞ്ഞാലും മാർക്ക്, റാങ്ക് ലിസ്റ്റ് ഏതൊക്കെ ഉൾപ്പെട്ടു, ഷോർട്ട് ലിസ്റ്റ് ഏതൊക്കെ ഉൾപ്പെട്ടു, ദെൻ അതിനുശേഷം അഡ്വൈസ് മെമ്മോ എന്നുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പം പ്രൊഫൈലിൽ അവരവരുടെ പ്രൊഫൈലുകളിൽ അഡ്വൈസ് മെമ്മോ ഓൾറെഡി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ കേരള PSCയുടെ വെബ്സൈറ്റിലും ഇതേപോലെ അഡ്വൈസുകൾ വന്നു. ഇനി നിങ്ങൾക്കത് തപാലിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പോസ്റ്റലായിട്ടും കൂടി ഈ പറയുന്ന അഡ്വൈസുകൾ നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കും. അപ്പോൾ ഈ പറയുന്ന അഡ്വൈസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. കുറച്ച് മുമ്പാണ് സബ് എഞ്ചിനീയറിൻ്റെ അഡ്വൈസുകൾ ഇതേപോലെ പോയത്. അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റ് നോക്കിയാലോ. ഡേറ്റ് ഇവിടെ വരുന്നത് 6/2/2025. ഇന്നലെയോട് കൂടിയിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണത് കേരള PSCയുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് അല്ലേ. യെസ്. അപ്പോൾ അത്തരം വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓർഡറാണ്. മിക്കവാറും ഒരു 1-2 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറുകളും ലഭിക്കുന്നതായിരിക്കും. ആ സമയം അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ന്യൂസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.